ഇന്ത്യയും മോഡിയും ശത്രുവായി കാണുകയും ചൈനയെ പങ്കാളിയായി കാണുകയും ചെയ്ത മലേഷ്യ എന്ന മുസ്ലിം രാജ്യത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ചൈനയ്ക്കൊപ്പം ഇന്ത്യക്കെതിരെ വാളെടുക്കാനോങ്ങിയ മലേഷ്യ ഇന്ത്യയുമായി നയതന്ത്ര കരാറിലേർപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ ലോകം ചോദിച്ചു പോയത് വെറുതെയല്ല. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് പോലെ വാളെടുക്കാനെന്ന ശത്രുവായി കണ്ട രാജ്യത്തെ ഇന്ത്യക്ക് അനുകൂലമായി തിരിക്കാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രി മോഡിയുടെ നയതന്ത്ര വിജയത്തിന്റെ അടയാളപ്പെടുത്തലല്ലാതെ എന്താണ്? ഇപ്പോഴിതാ മലേഷ്യ സന്ദർശനത്തിൽ ചൈനയെ നേരിടാനുള്ള ആയുധമെന്ന നിലയിൽ മലേഷ്യയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളെ പരിഷ്കരിച്ച് നൽകാനുള്ള വമ്പൻ കരാറിനെ ഉറ്റുനോക്കിയാണ് ശനിയാഴ്ച മലേഷ്യയിലെത്തിയ മോദി. പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുക വഴി മലേഷ്യയെ ചൈനയ്ക്ക് എതിരായ ഗ്രൂപ്പിൽ നിർത്താനാണ് ഇന്ത്യ ശ്രമിക്കുക. മലേഷ്യയുടെ കയ്യിലുള്ള സുഖോയ് 30 വിമാനത്തിൽ ഉൾപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ കാലപ്പഴക്കമുള്ളവയാണ്. ഇവയുടെ നവീകരണത്തിനും പുതിയ സാങ്കേതിക വിദ്യകൾ ചേർത്ത് അപ്ഗ്രേഡിനും മിഡ് ലൈഫ് അറ്റകുറ്റപ്പണികൾക്കുമുള്ള സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമാരനാണ് വെളിപ്പെടുത്തിയത്. ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന യുദ്ധവിമാനമാണ് സുഖോയ് 30. പ്രതിരോധത്തിന് പുറമെ ഡിജിറ്റൽ മേഖലയിലും സെമി കണ്ടക്ടർ രംഗത്തും സഹകരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ നിർമ്മിക്കുന്ന ഡോണിയർ വിമാനങ്ങൾ മലേഷ്യക്ക് വിൽക്കുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട്. മലേഷ്യയുടെ സ്കോർപിയൻ അന്തർവാഹിനികൾ നവീകരിക്കുന്ന കരാർ ഏറ്റെടുക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. നിലവിലുള്ള സ്കോർപിയനിൽ പുതിയ സാങ്കേതിക വിദ്യയോ ആയുധ ഇലക്ട്രോണിക് സംവിധാനമോ ചേർക്കാനുള്ള റെട്രോഫിറ്റിംഗ് കരാറിനും ഇന്ത്യ ശ്രമിക്കുന്നു. ഇന്ത്യൻ കപ്പൽശാലകളിൽ മലേഷ്യക്ക് വേണ്ടി കപ്പലുകൾ നിർമ്മിക്കാനോ വിതരണം ചെയ്യാനുള്ള കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക വിനിമയങ്ങളുടെയും സമുദ്ര വ്യാപാരത്തിന്റെയും ഊഷ്മളമായ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇന്ന് കരുത്താർജിക്കുന്നത്. കേവലം ലാഭനഷ്ടങ്ങളുടെ സാമ്പത്തിക കണക്കുകൾക്കപ്പുറം ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഈ ബന്ധം ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും തമ്മിൽ നടത്തിയ ചരിത്രപ്രധാനമായ കൂടിക്കാഴ്ച പാശ്ചാത്യ കേന്ദ്രീകൃതമായ ലോകാക്രമണത്തിന് പകരമായി ഒരു പുതിയ ഏഷ്യൻ കരുത്തുയർത്തൽ നൽകുന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ആഗോള സമൂഹത്തിന് നൽകുന്നത്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തവും ശക്തവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ ആവർത്തിച്ചു. ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പില്ല, വിട്ടുവീഴ്ചയുമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ട നീതിക്കെതിരെയുള്ള വിമർശനം കൂടിയാണത്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഭീകരവാദത്തെ നല്ലതെന്നും ചീത്തയെന്നും തരംതിരിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടിനെ പരോക്ഷമായി ചോദ്യം ചെയ്തുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു പൊതുവായ സുരക്ഷാ കവചം തീർക്കാനാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം കൈമാറുന്നതിനും സൈബർ ഭീകരവാദം തടയുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയുമുണ്ടായി. കൂടാതെ വിഘടനവാദികൾക്കും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സുരക്ഷിത താവളം ഒരുക്കുന്ന ഒരു നീക്കവും അനുവദിക്കില്ലെന്ന മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉറപ്പു നൽകിയത് ദക്ഷിണേന്ത്യൻ സുരക്ഷാ ക്രമത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല.